തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഗേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഡോർ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ കയ്യിൽ പൈസ നിൽക്കാതെ ചെലവായി പോകുന്നതിന് കാരണമാകാം. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ ഫ്ലൈങ് സ്റ്റാർ നമ്പർ പ്രകാരം 7-9 കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളെ ഏത് സമയവും മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്തതിന്റെ പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ പറയാം. നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ എന്ന് നോക്കണം. 2, ഇവിടെ ബോർവെല്ലോ കിണറോ സമ്പോ ഉണ്ടോ എന്ന് നോക്കണം. 3, ഈ ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടോ എന്ന് നോക്കണം, വീട്ടിനകത്തോ പുറത്തോ. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പൈസ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തത്, വസ്തുവിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഗേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഡോർ ഉണ്ടോ എന്ന് നോക്കണം. വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം മിസ്സിംഗ് ആണോ എന്ന് നോക്കണം. ഇതൊക്കെ കയ്യിൽ പൈസ നിൽക്കാതെ ചെലവായി പോകുന്നതിന് കാരണമാകാം. നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുക്കുമ്പോൾ ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ 2-5 എന്നൊരു കോമ്പിനേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു ഫെങ്ഷി കൺസൾട്ടിനെ കൊണ്ട് പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പൈസ പടപടാ പൊയ്ക്കൊണ്ടേയിരിക്കും. 10 വന്ന 100 ചെലവായിരിക്കും. അടുത്തത് 4, നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു 5-2 കോമ്പിനേഷനിലാണോ നിങ്ങൾ കിടക്കുന്നതെന്ന് നോക്കുക. അതും ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ടാണ് നോക്കുന്നത്. ഒരു 5-2 കോമ്പിനേഷനിലാണോ നിങ്ങൾ കിടക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടാവും. അടുത്തത് 5, നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ ഫ്ലൈങ് സ്റ്റാർ നമ്പർ പ്രകാരം എൻട്രൻസിലാണെങ്കിൽ ഒരു 9-7 കോമ്പിനേഷൻ ആണെന്നോ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ഒരു 7-9 കോമ്പിനേഷൻ ആണോ എന്ന് നോക്കണം. 7-9 കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളെ ഏത് സമയവും മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ജോലി വാഗ്ദാനം ചെയ്യുക, പൈസ വാങ്ങിക്കുക, സമയമാകുമ്പോഴത്തേക്ക് പൈസയും ഇല്ല, ജോലിയും ഇല്ല, വിദേശത്തേക്ക് പോകാനായിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക പറ്റിപ്പുകൾ, അങ്ങനെ പല രീതിയിലുള്ള പറ്റിപ്പുകൾ ഉണ്ടാകും. ഇതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങളായിട്ട് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ചില ടൂളുകൾ നോക്കാം. ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതുകൊണ്ട് അതിൻ്റെ ചില ടൂളുകൾ തന്നെ നോക്കാം. നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വയ്ക്കാം. നിങ്ങൾക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിട്രൺ എന്ന് പറയുന്ന സ്റ്റോൺ നിങ്ങൾക്ക് മാലയായിട്ടോ ബ്രേസ്ലെറ്റ് ആയിട്ടോ ധരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ നിങ്ങളുടെ പേഴ്സിനകത്തോ സിട്രന്റെ സ്റ്റോൺ സൂക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ്. ഗോൾഡും കോപ്പറും ഉള്ള ചൈനീസ് കോയിൻസ് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു.